ഇന്നും ഇന്നലെ ഒന്നും ബോസണം തുടങ്ങിയതല്ല ഈ മുക്കല് പരിപാടി. ലൈവ് കാണുന്ന ഒരാൾ എന്ന നിലയിൽ വൈകുന്നേരങ്ങളിലെ എപ്പിസോഡ് കാണുമ്പോൾ എനിക്ക് രണ്ടും തമ്മിൽ ആനയും അമ്പാരിയും പോലെ ഡിഫറൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ലൈവില് കാണിക്കുന്നത് കുറെ കൂടി അൺസെൻസേർഡ് ആയിട്ട് കാണിക്കാം എന്നൊരു വാദം ഒരു സൈഡിൽ ഉണ്ടെങ്കിലും കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവർ എന്താണ് എപ്പിസോഡിനകത്ത് കാണിക്കാത്തത്? അല്ല, ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവര് കുറെ കാര്യങ്ങൾ മുക്കുന്നത്? ഇന്നലത്തെ ജാസ്മിൻ ജിൻഡോ വഴക്കില് ജാസ്മിൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ലൈവ് കണ്ട ആളുകളെ എപ്പിസോഡ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. റെക്കോർഡിങ്ങും പിന്നെ എപ്പിസോഡും കണ്ടു നോക്കിയതിന് ശേഷം തന്നെയാണ് ഞാൻ ഈ ഒരു വാദം ഇപ്പൊ ഉന്നയിക്കുന്നത്. ജിൻഡോ നന്നായി വാഴത്തില്ല എന്ന് പറയുന്നതും അതുപോലെ ഗബ്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്ത് കോൺസിക്വൻസും തരണം ചെയ്യാൻ റെഡിയാണ് എന്ന് ജാസ്മിൻ പറയുന്നതും അതുപോലെ സ്നേഹിച്ചവർക്ക് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണ്, ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല, എനിക്കുള്ള 4-1 കഴിവ് പോലും ജിൻഡോയ്ക്കില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ ബിഗ് ബോസ് മുക്കിയിട്ടുണ്ട്. ജാസ്മിൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ വേറെ കുറെ കാര്യങ്ങൾ മുക്കിയിട്ടുണ്ട്. ജിൻഡോ പോയി കഴിഞ്ഞ് സിബിനെ പറ്റി പറയുന്നതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് മുക്കുമല്ലോ. സിബിൻ ബിഗ് ബോസിന് ഇപ്പോഴും തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയം തന്നെയാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കും എത്ര സീസൺ വന്നു കഴിഞ്ഞാലും. പിന്നെ ജിൻഡോ പറഞ്ഞതൊന്നും തന്നെ മുക്കിയിട്ടില്ല കേട്ടോ. ആകെ ജാസ്മിൻ വാപ്പയെ അനുസരിക്കാത്തതിനെ പറ്റി പറഞ്ഞ 1-2 ഡയലോഗ് മുക്കിയിട്ടുണ്ട് ജിൻഡോ പറഞ്ഞതിൽ നിന്നും. ബാക്കിയെല്ലാം അതേപടി തന്നെയുണ്ട് എപ്പിസോഡിനകത്ത്. ജിൻഡോ പറയുന്നത് മൊത്തം കാണിക്കും, അത് അങ്ങനെയാണല്ലോ. കാരണം ജിൻഡോ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ, ജാസ്മിൻ നെഗറ്റീവ് ആവാൻ പാടില്ല. നല്ല കുട്ടി ഇമേജ് തന്നെ നിൽക്കണം. അതിങ്ങനെ 2-3 ആഴ്ചയായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സാധനമാണ് നല്ല കുട്ടി ഇമേജ്. എന്നാലേ കപ്പെടുക്കാൻ ഒക്കത്തുള്ളൂ. എന്തോന്നല്ലേ ഇതൊക്കെ. തോന്നിവാസവും മറ്റേ കൂതറ വർത്താനവും പറയുന്ന ഇതുപോലൊരു ടീമും അതിന് കൊട പിടിക്കാൻ സാക്ഷാൽ ബിഗ് ബോസും